അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളിടുന്ന ലൈക്കും നിങ്ങളിടുന്ന കമൻറ്റും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അതൊന്ന് ചെയ്യണം കേട്ടോ. പരമാവധി പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. അപ്പം ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അന്നേരം ഞാൻ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നല്ല ആട്ടപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട്ടപ്പൊടി ഇപ്രാവശ്യത്തെ ആട്ടപ്പൊടി നല്ല ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഇവിടെ ഷാമോനിക്ക് ചപ്പാത്തി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. മോൾക്ക് കുഴപ്പമില്ല കേട്ടോ, മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തിയും ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനിതാ ചപ്പാത്തിക്കുള്ളത് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ കുഴക്കുക. അതിൽ മൈദ വേറെ ഒന്നും കൂട്ടില്ല കേട്ടോ. ആട്ടപ്പൊടി മാത്രം തന്നെ പച്ചവെള്ളം ഉപ്പ് കൂട്ടി നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ചപ്പാത്തിയും പൂരിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നീറ്റ പാടെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല പൊള്ളച്ച് വരും ചെയ്യും, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ കറി ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതധികം വെള്ളമില്ലാതെ കുറച്ച് കുറുകിയ ടൈപ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മൾ ആ ചപ്പാത്തിയൊക്കെ ഇതാ നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെറും ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഓരോ ചർച്ചകളാണല്ലേ ഷാജിയുടെ അവളുടെ ഓരോ ഇൻ്റർവ്യൂവും കാര്യങ്ങളും. അവൾ തന്നെ അവൾക്കുള്ള അവൾ തന്നെ സ്വയം വെക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ പറയണ ഓരോ പോയിന്റുകൾ അത് നമുക്ക് തന്നെ പാരായിട്ട് വരികയാണ് അല്ലേ. അവളിങ്ങനെ ഓരോ പോയിന്റ് എടുത്തിടും, അത് അവൾക്ക് തന്നെ വിനയായിട്ട് വരിക. എന്താ പറയണേ ഏതാണെന്ന് അവൾക്കും അറിയണില്ല. ഇത് കേൾക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരെ വരുമാന മാർഗ്ഗമല്ലേ, അപ്പോൾ അവർ അതിനെ പറ്റിയിട്ട് അവരും വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ പറയണ വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ട് പറയാമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇത് സോഷ്യൽ മീഡിയയാണ്, എല്ലാവരും കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ അത് ശരിയാണോ എന്ന് 100 വട്ടമല്ല 1000 വട്ടം ആലോചിച്ചിട്ട് വേണം നമ്മളിതിൽ വന്ന് പറയാനല്ലേ. അല്ല ഒരു വട്ടം ഒന്ന് പറഞ്ഞ് 2ാം വട്ടം അത് മാറ്റി പറഞ്ഞ് വീണ്ടും ഒന്ന് പറഞ്ഞ് വീണ്ടും അത് മാറ്റി പറഞ്ഞ് ഇത് കളിക്കുമ്പോൾ ആളുകൾക്കും ദേഷ്യം പിടിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ റിയാക്ഷൻ വീഡിയോ ഒക്കെ എല്ലാവരും ഇടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളെ മക്കൾ ഇതൊക്കെ കാണില്ലേ. നമ്മളെ ഉമ്മാനെ പറ്റിയിട്ട് പല ആളുകളും ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ മനസ്സിലത്തെ വേദന ആരോട് പറയും. അവരിപ്പോൾ സ്കൂളിലും ഇവിടെയൊക്കെ നിന്ന് പഠിക്കണ കുട്ടികളല്ലേ. അപ്പോൾ അവരോടും അവിടെയുള്ള ആളുകളും പിന്നെ അവിടുത്തെ കുട്ടികളെ രക്ഷിതാക്കളും അവരെല്ലാവരും പറയുമ്പോൾ ആ കുട്ടികൾക്ക് എത്ര വിഷമം ഉണ്ടാവൂലേ. അത് ചിന്തിക്കാനുള്ള ഒരു ഇത് അവൾക്കും ഇല്ല എന്ന് പറയണ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എന്തായാലും പടച്ചോന് നല്ലൊരു ബുദ്ധി മനസ്സോ കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ആളെ പറ്റി പറയുമ്പോൾ ഇത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യങ്ങൾ പോലെയാണ് അവൾ ഓരോന്ന് സംസാരിക്കണത്. അത് തെറ്റാണെന്ന് തോന്നുന്നില്ല. വീണ്ടും അത് അവളെ തിരുത്തി പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. പക്ഷെ എന്താ ഇതൊക്കെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുക്കല്ലേ അവൾ പറഞ്ഞ ഓരോ വീഡിയോയും. പിന്നെ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കില്ലല്ലോ. അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി അവൾക്കില്ല തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പം നമ്മളെ ചപ്പാത്തി നന്നായി പൊള്ളച്ച് വരുന്നുണ്ട്. ഭൂരി പൊള്ളക്കണ പോലെ തന്നെ പൊള്ളക്കും. നമ്മൾ ചിലർ പറയും ചൂടുവെള്ളത്തിൽ കുഴക്കണം, മൈദപ്പൊടി കൂട്ടണം, ഒന്നും കൂട്ടണ്ട കേട്ടോ. ഈ ഒരു ചപ്പാത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ രാത്രി വരെയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ബലം വെക്കുക ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ഞാൻ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വെറും നമ്മളെ ഈ ആട്ടപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കുഴച്ചിട്ട് അധികം വെള്ളം ലൂസാക്കാതെ നന്നായി കുഴച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ അവിടെ വെച്ചിട്ട് ഒരു മണിക്കൂറോളം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ നന്നായി പൊരിച്ച് പിന്നെ നമ്മളത് ചോറൊക്കെ റെഡിയായി, നല്ല ചെമ്മീൻ കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ ഉണ്ട്. നല്ല ചെമ്മീൻ കറി, ചെമ്മീൻ പൊരിച്ചത്, പിന്നെ കയ്പ്പക്ക ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്പ്പക്ക ഉപ്പേരി അതൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിഭവങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കുഞ്ഞു കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് എഴുതി വിടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.